അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് കുറച്ച് അച്ചാറിൻ്റെ റെസിപ്പി ആവാം കേട്ടോ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ പെണ്ണിന് ഇതിപ്പോൾ അച്ചാറേ ഉള്ളൂ എന്ന്. എനിക്ക് അച്ചാറിടാൻ എന്ത് കിട്ടിയാലും ഞാനതെടുത്തിട്ട് അച്ചാറിടും കേട്ടോ. അതുപോലെ ഇഷ്ടമാണ്. എന്ന് എഴുതിയിട്ട് ഒരുപാടൊന്നും കഴിക്കത്തില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ആഗ്രഹത്തിന്. അങ്ങനെ ഇരിക്കുമ്പോഴേ ഇക്കതേ ലൂബിക്ക കൊണ്ടുവന്നു. അതിൽ പച്ചയും പഴുത്തതും തിരിഞ്ഞിട്ട് പഴുത്തതെടുത്ത് ഉപ്പിലിട്ട് കേട്ടോ. ഉപ്പിലിട്ട റെസിപ്പി ഞാൻ ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ടേ, കാണാൻ മറക്കരുതേ. അങ്ങനെ അതേ അച്ചാറുണ്ടാക്കാനായിട്ട് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കേട്ടോ. നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും ഒഴിക്കാട്ടെ. അങ്ങനെ ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും കാന്താരി മുളകും ഇട്ടു കേട്ടോ. നമ്മുടെ തൊടിയിലുണ്ടായ കാന്താരിയാണേ. അങ്ങനെ അതേ അതിലേക്ക് നമ്മൾ ഒരുവിധം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കായവും ചേർത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി, ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വിനാഗിരി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ലൂബിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ലൂബിക്കായും അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിനകത്ത് നമുക്ക് അതിൻ്റെ ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ദേ നമ്മുടെ ലൂബിക്കാട് അച്ചാർ റെഡി ആയി കേട്ടോ. അത് 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഒരുവിധം സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇത് എത്ര ദിവസം പഴകുന്നോ അത്രയും ടേസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. ആറിക്കഴിയുമ്പോൾ നമുക്കിത് നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ അച്ചാർ റെഡിയായേ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണം. അതുമാത്രമല്ല എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ഇട്ടേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുതേ. നമുക്ക് വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, അസ്സലാമു അലൈക്കും.